ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. ഇപ്പോൾ നമ്മൾ ഇന്നൊരു ഒരു മോർണിംഗ് നമ്മൾ പുറത്തു പോയ ഒരു വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റെഡിയായി. അപ്പോൾ ഫ്രം കോസ്റ്റ്യൂം ഒബ്വിയസ്ലി അമ്പലത്തേക്കാണെന്ന് മനസ്സിലായല്ലോ. ഭയങ്കര ഏർലി മോർണിംഗ് ആണ് നമ്മൾ ഇറങ്ങുന്നത്. സൺറൈസ് കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ചേട്ടൻ ആദ്യം ഇറങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളിസ് നമ്മൾ കാർ എടുക്കുന്ന റൂട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിങ്ങോട്ട് മാറ്റിയിട്ടാലേ നമുക്ക് നമ്മുടെ കാർ എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആൾ കോളിസ് ഇറക്കിയിടാൻ പോയി, നമ്മൾ നമ്മുടെ കാർ എടുക്കാൻ നിൽക്കുന്നു. അപ്പോൾ തേജു എൻ്റെ ഡ്രസ്സിന് കോംപ്ലിമെൻറ്റ് തന്നപ്പോൾ ഞാൻ ഒന്ന് ചിരിച്ചു കൊടുത്തതാണ്. അപ്പോൾ ആൾ പോയിട്ട് എന്തോ സെറ്റായില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനും പോയി നോക്കി. പിന്നെ അച്ഛൻ വന്നിട്ട് അത് മാറ്റിയിട്ട് തന്നു. അച്ഛനത് മാറ്റിയിട്ട സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ വണ്ടി എടുത്തിട്ട് പോവാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം കേച്ചേരി പാലത്തിൻ്റെ അവിടെ നിന്ന് സൺറൈസ് കാണുന്നു, പാടത്തിൻ്റെ അവിടെ നിന്ന് പിന്നെ ചെമ്മന്തിട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നു. ബട്ട് എന്തോ പകുതി വഴി എത്തി, പന്നിയത്താടം സിഗ്നൽ എത്തിയപ്പോൾ നമ്മുടെ പ്ലാൻ ചെറുതായിട്ട് മാറി. നമ്മൾ ലൊക്കേഷനും മാറ്റി. അങ്ങനെ നമ്മൾ ലൊക്കേഷൻ മാറ്റിയിട്ട് പോകുന്നത് നമ്മൾ കുറേ കാലമായിട്ട് പോകണം എന്ന് ആഗ്രഹിച്ചൊരു അമ്പലമാണ്. ഇത് ഭയങ്കര അടുത്താണ്. എന്തുകൊണ്ട് ഇത്ര കാലം പോയില്ല എന്ന് ചോദിച്ചാൽ അറിയില്ല, നോ ആൻസർ. അപ്പോൾ നമ്മൾ പോകുന്നത് പാറപ്പുറത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്, ചൂണ്ടൽ കേച്ചേരി റോട്ടിൽ. അതിൽ കൂടെ പോയിട്ടുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതേ മെല്ലെ ഇരുട്ടൊക്കെ പോയി തുടങ്ങി. ബൈ ദി ടൈം നമ്മളിവിടെ എത്തി, ഇറങ്ങി. അപ്പോൾ ഒരു വ്ളോഗിങ് എന്താ പറയുക സ്റ്റിക്ക് ഉണ്ടല്ലോ, അപ്പോൾ ആ സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലോറിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റി ക്ലാരിറ്റിക്ക് എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അപ്പം നമ്മളിങ്ങനെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടേഴ്സൊക്കെ പറഞ്ഞ് ഇതാക്കുകയാണ്. അപ്പോൾ മീൻ വയൽ തേജു ആദ്യം കയറിപ്പോയി. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം. അപ്പോൾ തേജു ആദ്യം കയറിപ്പോയപ്പോൾ ചേട്ടനിങ്ങനെ തേജുവിൻ്റെ അടുത്ത് പറയുകയാണ്, നീ എന്ത് പോക്കാണ് ഈ പോകുന്നത്, നമ്മളുടെ വീഡിയോ എടുത്തതാ, നമ്മൾ അങ്ങോട്ട് കയറുന്ന വീഡിയോ എടുത്തതാ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഇതിനാണോ എന്നെ കൊടുന്നത്? ആക്ച്വലി അവളുടെ ആവശ്യത്തിന് അവൾക്ക് സൺറൈസ് കാണണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പാറപ്പുറത്താണല്ലോ, അപ്പോൾ അടിപൊളിയായിട്ട് സൺറൈസൊക്കെ കാണാം എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ വന്നത്. അപ്പോൾ ദേ ചീത്ത പറഞ്ഞത് പ്രമാണിച്ച് തേജു ദേ നമ്മൾ നടന്ന് കയറുന്ന വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. എന്തോ വിചാരിച്ചത് എന്തോ, കിട്ടിയത് വേറെന്തോ. അതെന്തോ ആവട്ടെ. ഐ എം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ. അതുകൊണ്ടാണ് അതിനോടൊന്നും അത്ര സക്സസ് റേഷ്യോ കിട്ടാത്തത്. നമ്മൾ എന്താ പറയുക, ഭയങ്കരമായി എന്തോ വീഡിയോ പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ നോ വേ, പിച്ച വെച്ച് വരുന്നല്ലേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് പാറപ്പുറത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രം. ഇത് ഓൾമോസ്റ്റ് ഒരു 600 ഇയേഴ്സ് പ്ലസ് പഴക്കമുള്ള ഒരു അമ്പലമാണെന്നാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ അറിയപ്പെടുന്നത്. നമ്മൾ വെളുപ്പൊക്കെ ആയി ആവശ്യത്തിന്, ബട്ട് ദെൻ സൂര്യനെ മാത്രം കാണാനില്ല, ഒരു ലൈറ്റ് റെഡിഷ് ഇത് മാത്രമുണ്ട്. ഇത് ഇവിടുത്തെ തീർത്ഥക്കുളമാണ്. എത്ര വലിയ വേനലായാലും ഇത് വറ്റില്ല എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. ഇത് പാറയുടെ മുകളിലാണ്, അപ്പോൾ ഇത്രയും ഹൈറ്റിലാണ് അവിടെ വെള്ളമുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുക, എന്താ ഈ സൺ വരാത്തേന്ന് വെച്ചിട്ട്. മീൻവെയിൽ നമ്മളിങ്ങനെ നേരം പോക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്, ഓരോന്നൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ക്രിഞ്ച് സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ എപ്പോഴെങ്കിലും ഷോർട്സ് ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ പൂജാരി വന്നു. ഇപ്പോൾ പൂജാരിയുടെ അടുത്ത് നമ്മൾ ചോദിച്ചു എപ്പോഴാണ് അമ്പലം തുറക്കുക. അപ്പോൾ ആൾ അമ്പലം തുറന്നിട്ടില്ല. ഇപ്പോൾ താഴെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ ഉണ്ട്. അപ്പോൾ ആൾ ആദ്യം ഹനുമാൻ്റെ അടുത്ത് പോയിട്ട് അവിടുത്തെ പൂജകളൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ബോറടിച്ചിരിക്കാൻ തുടങ്ങി. നമ്മൾ പ്ലാൻ എന്തിനു മാറ്റിയെന്ന് വരെ ആയിപ്പോയി. കാരണം പാടത്ത് ഇതിനും നന്നായിട്ട് ഇത് കാണാൻ പറ്റിയിരുന്നേ. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് രാവിലെ എണീറ്റ് കുളിച്ചൊക്കെ വന്നതാണല്ലോ. അപ്പോൾ ആ സൺറൈസ് കാണാനുള്ള ആഗ്രഹത്തിന് പുറത്ത് വന്നിട്ട് സണ്ണിനെ നമുക്ക് കാണാൻ കിട്ടുന്നില്ല. അപ്പോൾ അതേ ഞാൻ പറഞ്ഞ പോലെ ആൾ ഹനുമാൻ സ്വാമിക്ക് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടേ മെയിൻ അമ്പലത്തിൽ എന്ന് വെച്ചാൽ വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ ഓപ്പൺ ചെയ്യുള്ളൂ, മീൻസ് അമ്പലം ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ആളകത്ത് കയറി, ബട്ട് നമുക്ക് കടക്കാനുള്ള സ്ഥലത്ത് ഒരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ അങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇതേപോലെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റിംഗ് ഫോർ ദ സൺ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പ്രതീക്ഷയ്ക്കൊരു ലൈറ്റ് റെഡിഷ് ലൈറ്റ് വരും, പക്ഷേ സണ്ണിനെ മാത്രം കാണില്ല. ഐ ഡോണ്ട് നോ വൈ ഇത്രയും ലേറ്റ് ആവും സൺറൈസ് എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സിറിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഹേ സിറി,
വെൻ ഇസ് ദ സൺറൈസ് എന്നൊക്കെ. അങ്ങനെ ഫൈനലി ചോദ്യങ്ങൾക്കൊടുവിൽ സൺറൈസ് സംഭവിച്ചിട്ടുണ്ട്. ബട്ട് നമുക്ക് കിട്ടേണ്ട ഒരു എസ്തെറ്റിക് വ്യൂ ഒന്നും കിട്ടിയില്ല. നമ്മളിങ്ങനെ സണ്ണ് മറ്റേ ആനയുടെ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ പൊന്തി വരും എന്നൊക്കെ പ്രതീക്ഷിച്ചു. ഒന്നും നടന്നില്ല. ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം. നമുക്കിനി ഒരു പ്രാവശ്യം കൂടിയും ഇവൾക്ക് അവളുടെ ലീവ് പീരീഡിൻ്റെ ഉള്ളിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് കേച്ചേരി പാടത്ത് തന്നെ പോയിട്ട് കണ്ണ് നോക്കാം. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് വന്നതിൻ്റെ ഒരു പിണക്കം നമ്മൾ പരിഭവമൊക്കെ പറഞ്ഞു തീർക്കുകയാണ്. എന്തായാലും സൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മെല്ലെ അമ്പലത്തേക്ക് കയറാം. പിന്നെ ഇവിടെ പുറത്ത് പ്രതിഷ്ഠയായിട്ടുള്ളത് അയ്യപ്പനും ഭഗവതിയാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് ഓർമ്മ. അപ്പോൾ വീണ്ടും നമ്മൾ മേലേക്ക് കയറി പോകുന്നൊരു ഷോട്ട് എടുത്തതാണ്. പിന്നെ താഴെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിച്ച് മെല്ലെ നമ്മൾ ഇപ്പോൾ ആളിവിടെ വന്ന് പൂജയൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം ഇവിടെ പ്രാർത്ഥിച്ചു. ഇനി നമുക്ക് മെല്ലെ മേലേക്ക് കയറാം. അപ്പോൾ ചേട്ടൻ ഓൾറെഡി ആദ്യം കയറിപ്പോയി, തേജു മെല്ലെ വരികയാണ്, ഞാൻ ഓൾറെഡി നടക്കുന്നുണ്ട്. ഇങ്ങോട്ട് കയറാൻ കുറച്ച് പാടുണ്ട് കേട്ടോ, എന്ന് വെച്ചാൽ ഭയങ്കര പാടല്ല, എന്നാലും കുറച്ച് പാട്. അപ്പോൾ സൈഡിൽ നമുക്കിങ്ങനെ കൊയ്യാറായ പാടങ്ങളൊക്കെ കാണാം. നല്ല വ്യൂ ആണ്, നല്ല കാറ്റാണ്, നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. തേജു വഴിപാടൊക്കെ കഴിക്കുകയാണ്. നാളൊക്കെ ഒന്ന് ഉറപ്പിച്ചതാ കുട്ടി. അപ്പോൾ ചേട്ടൻ അതിനിടയിൽ കളിയാക്കുന്നുണ്ട്. അതാണിപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങി. ആളുടെ പ്രസാദമൊക്കെ തന്നു. ആലിലയിൽ പ്രസാദം തരുമ്പോൾ ഭയങ്കര രസമാണല്ലേ. നല്ല മണമുള്ള ചന്ദനമായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് ക്ലീഷേ കുറി തൊട്ട് കൊടുക്കൽ അപാരത അതിലേക്ക് പോകാം. ഇത് എസ്തെറ്റിക് ഷോട്ട് വേണമെന്നൊക്കെ പറഞ്ഞ് തേജു ഇങ്ങനെ കളിയാക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നോർമൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നോർമലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച്, എന്തായാലും നമ്മൾ വന്ന പരിപാടി നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സാഡ്നെസ് ഉണ്ട്. പിന്നെ ഇനി എന്ത് ചെയ്യാം, തിരിച്ച് വീട്ടിൽ പോവാണോ, എന്താ ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻസ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മൾ കാലത്ത് കുളിച്ചൊക്കെ ഇറങ്ങി. അപ്പോൾ നമുക്ക് മെല്ലെ വീട്ടിൽ പോകാം. അപ്പം നെക്സ്റ്റ് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് അടുത്ത വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അതും കൂടെ ഇട്ടാൽ ചിലപ്പോൾ ഭയങ്കര ലോങ് ആയി പോവും. ഇതാകെ ഒരു 13 മിനിറ്റ്സിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ. സ്റ്റിൽ അത് നമുക്കൊരു നെക്സ്റ്റ് പാർട്ടായിട്ട് തന്നെ ഇടാം. അപ്പം നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് കാത്തിരുന്ന് വന്ന സണ്ണിനോട് യാത്രയൊക്കെ പറഞ്ഞ് മെല്ലെ ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ പുറത്തുള്ള ഭഗവതിയുടെ അടുത്തും അയ്യപ്പൻ്റെ അടുത്തും പ്രദക്ഷിണമൊക്കെ വെച്ചത്. അതിനുശേഷം വീണ്ടും തീർത്ഥക്കുളത്തിൻ്റെ അവിടെ വന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ ഒന്ന് ചില്ല് ചെയ്ത് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന്. നല്ല കാറ്റുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നല്ല രസമായിരുന്നു. കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് മെല്ലെ താഴത്തേക്ക് ഇറങ്ങി. നമ്മുടെ കാറും പൂജാരിയുടെ വണ്ടിയും മാത്രമേ അവിടെ ഉള്ളൂ. നമുക്ക് സൂര്യനെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ദേഷ്യം എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നമ്മളിങ്ങനെ അല്ലല്ലോ ആഗ്രഹിച്ചത് എന്നുള്ളൊരു വിഷമം. ഓക്കെ, എന്തായാലും പിന്നെയും ഒരു തവണ കൂടി സൺറൈസ് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. ബട്ട് നമ്മൾ വിചാരിച്ച പോലെ കാണണം എന്നുള്ളത് നടന്നില്ലാത്തത് കൊണ്ടുള്ളൊരു വിഷമം. എനിവേയ്സ്, എന്തായാലും നമ്മൾ താഴത്തേക്ക് നടന്നു വന്നു. ഇനി ഡ്രൈവർ എന്തായാലും മാറുകയാണ്. ഇനി ചേട്ടൻ ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. എന്തോ മെയിൻ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ചെറിയൊരു ഭയം ഇല്ലാതില്ല. ഓടിക്കില്ല എന്നല്ല, ബട്ട് ഒരു പേടി. അപ്പം നമ്മൾ അമ്മേനെ വിളിച്ച് നമ്മളിപ്പോൾ തന്നെ വരുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ചൂണ്ടലിൽ നിന്ന് മറ്റം ഗുരുവായൂർ റോട്ടിക്കൊക്കെ തിരിയുന്ന വഴിയിൽ തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോട്ടലിലൂടെ ഉള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ലൊരു ആംബിയൻസ് ഉണ്ടെന്ന് തോന്നിയപ്പോൾ പിന്നെ ശരവണഭവനും ആണല്ലോ, അപ്പോൾ നമ്മളിവിടെ കയറാമെന്ന് വിചാരിച്ചു. നമുക്ക് കയറുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഈ ലക്ഷറി ഫീല് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫുഡൊന്നും വലിയ കൊള്ളില്ലായിരിക്കും എന്ന് വിചാരിച്ചു. ബട്ട് സ്റ്റിൽ പുറത്തുള്ള തിരക്ക് കണ്ടപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മൾ അകത്ത് കയറിയപ്പോൾ മെയിൻ ഏരിയ കംപ്ലീറ്റ്ലി ഫിൽഡാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ കുറച്ചുകൂടി വലുതായി. നമ്മൾ കൈയൊക്കെ കഴുകി വന്നു. അപ്പോൾ അവർ പറഞ്ഞു ടേബിൾ ഒഴിവില്ല, ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരുന്നു. മീൻ വൈൽ അവർക്ക് മനസ്സിലായി എന്തായാലും ഇവിടുത്തെ ഏരിയ ക്ലിയർ ആയിട്ട് നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഒരു ഫാമിലിയും കൂടെ വന്നപ്പോൾ നെക്സ്റ്റ് ഇവർക്കൊരു കുറച്ചും കൂടി ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. ലക്ഷൂറിയസ് ഇൻ ദ സെൻസ് ഇത് ഓപ്പൺ ഏരിയ ആണ്, ഇത് കുറച്ചും കൂടി
പ്രൈവറ്റ് ഏരിയ ആണ്, AC ഉണ്ട്, മീൻസ് എയർ കണ്ടീഷൻഡാണ്. ചേട്ടൻ വാഷ്റൂമിലേക്ക് പോയി, നമ്മളിതേ അകത്തേക്ക് വന്നു. അപ്പോൾ നമ്മളാണ് ഇവിടെ ഫസ്റ്റ് വരുന്നത് എന്നുവെച്ചാൽ ഇന്നത്തെ ദിവസം. അപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ വന്ന് ദേ കേർട്ടൻസൊക്കെ മാറ്റി. അപ്പോൾ ആദ്യം നമ്മൾ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ നമ്മൾ ആ തീരുമാനം മാറ്റിയിട്ട് കുറച്ച് ഇപ്പുറത്തേക്കുള്ളൊരു സൈഡിലേക്ക് മാറി. ലൈറ്റ്ലി നമുക്ക് ചൂടെടുക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് മാറിയിട്ട് ഇവിടെ ഇരുന്നു. അവർ AC ഒക്കെ ഓൺ ചെയ്ത് തന്നപ്പോൾ സെറ്റായി. പിന്നെ നോർമൽ വെള്ളം, പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് 2 ഗീ റോസ്റ്റും ചേട്ടൻ മസാല ദോശയുമാണ്. അപ്പോൾ ആളുടെ അടുത്ത് ഞാൻ പറയായിരുന്നു, കഴിച്ചിട്ട് പറയൂ എങ്ങനെയുണ്ട്, നമ്മുടെ എക്സ്പെക്റ്റേഷൻ റിയാലിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന്. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ഗുഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കണം ഗുഡേ ഉള്ളൂ എന്ന് ചോദിച്ചു. ബട്ട് ഇറ്റ് വാസ് ഗുഡ്, നല്ല ഫുഡായിരുന്നു. ഗീ റോസ്റ്റിലൊക്കെ ഗീ നന്നായിട്ടുണ്ട്, ഇങ്ങനെ പിശുക്കൊന്നുമില്ല, പ്യുവർ ഗീ ആണ്. നമുക്ക് നല്ല മണവും ഫ്ലേവറും എല്ലാം കിട്ടുമായിരുന്നു. തേജു ഇതേപോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിച്ച് അവസാനിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നും നമ്മൾ രണ്ടുപേരും കഴിച്ച് കഴിഞ്ഞിട്ട് ആ പ്ലേറ്റിൽ മാത്രം എന്താ പിന്നെയും ദോശയാണ്. അത് സെക്കൻഡ് ഓർഡറാണ്. അപ്പോൾ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തേജുവിന് തൈര് വട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തൈര് വട കൂടെ ഓർഡർ ചെയ്തു. തേജു എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഇതേപോലെ ശരവണ ഭവനിൽ കയറിയായിരുന്നു. ബട്ട് അന്ന് അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല. പിന്നെ അമ്മ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇവിടെ ശരവണ ഭവൻ ആയതുകൊണ്ടും ഇവൾ അമ്മയുടെയും ചേട്ടനെയും കൂടെ ചെന്നൈയിൽ നിന്നിട്ടുള്ളതുകൊണ്ട് ഇവൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഓർഡർ ചെയ്തിട്ട് ഇത് കഴിച്ചു. അപ്പോൾ അത് കഴിച്ചതിൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പോൾ കണ്ടത്. ബട്ട് എനിക്കും ചേട്ടനും ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല. തേജുവിനും ഒരു പൊടിക്കൊരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു, ബിക്കോസ് ഒരുപാട് സ്വീറ്റായിപ്പോയി. ഇത്രയും സ്വീറ്റ്നെസ് അതിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ ഒതൻറ്റിക്കലി എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ബട്ട് നമ്മുടെ ടേസ്റ്റ് ബഡ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പൊടി സ്വീറ്റ്നെസ് കൂടുതലാണ്. നമ്മൾ കഴിച്ച് ഇറങ്ങി. അപ്പോൾ ജസ്റ്റ് പുറത്തത് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്ലീൻ നീറ്റ് അടിപൊളി സ്ഥലമാണ്. ഫുഡും അടിപൊളിയാണ്, നോ കംപ്ലയിൻറ്റ്സ്, സൂപ്പർ ഫുഡ്. അപ്പോൾ നമ്മളിങ്ങനെ ബില്ലൊക്കെ അടയ്ക്കുമ്പോൾ ആൾ ഓണറായിരിക്കും. അപ്പോൾ ആ അങ്കിളിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നല്ലായിരുന്നു കേട്ടോ ഫുഡൊക്കെയെന്ന്. അപ്പോൾ ആളും ഹാപ്പി, നമ്മളും ഹാപ്പി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ വിശപ്പൊക്കെ മാറ്റി നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിൽ തീരുമാനിച്ച് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ലൊക്കേഷൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ബട്ട് വീഡിയോ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നുള്ളൂ. അപ്പോൾ ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ഭൂരിഭാഗം എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഏതാണ് സ്ഥലം എന്ന്. യെസ്, അപ്പോൾ നമ്മൾ കൃഷ്ണനെ കാണാൻ പോവാണ്. വിത്തൗട്ട് എനി പ്ലാൻസ്. ഇന്നത്തെ പ്ലാനിലേ ഇല്ലാതിരുന്ന ഒരാളെ കാണാൻ നമ്മളിതേ പോകുന്നു. അങ്ങനെ അത് സെക്കൻഡ് പാർട്ടിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.